ഷീജ തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. ഷീജ, മലയാളിക്ക് നഷ്ടപ്പെട്ട മലയാളത്തിൻ്റെ പുത്രൻ രാമചന്ദ്രൻ, പഹൽഗാമിൽ കൊല്ലപ്പെട്ട ഭീകരരുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട രാമചന്ദ്രനെ ഔദ്യോഗിക ബഹുമതികളോടെയാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക എന്നുള്ള വിവരമാണ് ഏറ്റവും പുതുതായി പുറത്തു വരുന്നത്. മുഖ്യമന്ത്രി ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഷീജ, എന്താണ് നൽകാൻ കൂട്ടിച്ചേർക്കാൻ കഴിയുന്ന വിവരങ്ങൾ? തീർച്ചയായും പഹൽഗാം താഴ്വരയിൽ കൊല്ലപ്പെട്ട ഇടപ്പള്ളി സ്വദേശിയായിട്ടുള്ള എൻ രാമചന്ദ്രന്റെ സംസ്കാരം അത് പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ നടത്താനാണ് നിലവിലിപ്പോൾ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി ഇതുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ആയിരിക്കും അവിടെ ഇടപ്പള്ളിയിൽ സംസ്കാര ചടങ്ങുകൾ നടക്കുക. ഉച്ചയ്ക്ക് 12 മണിക്കാണ് സംസ്കാര ചടങ്ങുകൾ തുടങ്ങുക. ഏതായാലും ഈ സംസ്കാരം പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ നൽകുക, ആ സംസ്കാരം നടത്തുക എന്നുള്ളതാണ് നിലവിലിപ്പോൾ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലുള്ള തുടർ നടപടികൾ അവിടെ കൈക്കൊള്ളുന്നതായിരിക്കും. ശരി, ഷീജയാണ് തിരുവനന്തപുരത്തു നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. ഏതായാലും രാമചന്ദ്രൻ്റെ പൊതുദർശനം ഇപ്പോൾ ഇടപ്പള്ളി വീട്ടിൽ നടക്കുകയാണ്. സംസ്കാരം പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ നടത്താനാണ്, ആ ആദരവോടുകൂടി തന്നെ നൽകാനാണ് സംസ്ഥാന സർക്കാരിൻ്റെ തീരുമാനം. മുഖ്യമന്ത്രി ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് മന്ത്രി പി രാജീവ് അവിടെ എത്തിച്ചേരുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും എറണാകുളം ഇടപ്പള്ളി സ്വദേശിയായ പഹൽഗാമിൽ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട എറണാകുളം സ്വദേശി രാമചന്ദ്രന് പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കാരം നടത്താനാണ് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ഇത് സംബന്ധിച്ചുള്ള നിർദ്ദേശം മുഖ്യമന്ത്രി നൽകി എന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനുള്ളത്.